Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, Sanjana, Sia, Good Dira. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Isna. Good afternoon, Good ma'am. afternoon, Shahana. Good afternoon. Good afternoon, Anisha. Good afternoon. Good afternoon, ma'am. Good afternoon, Jessica. Good afternoon. Good afternoon, Shami. Good Yeah. afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യം എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ്. മോണ്ടിസോറി ഫെസിലിറ്റി ആണ്. ആക്ച്വലി ഞാനായിരുന്നു നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നൽകേണ്ടിയിരുന്നത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഒരു വരണാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എമർജൻസി ആയിട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഡിഷാമിസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു അല്ലേ? ഓക്കെ. Yes, ma'am. നമ്മുടെ ക്ലാസ് എന്താണ്? അങ്കിത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ഇപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഓക്കെ, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും. ടീച്ചർ അല്ല, നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റർ മാത്രമല്ല ഇതിനകത്ത് സംസാരിക്കുക, നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. അങ്ങനെ ഒരു ലേണിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ കടന്നു പോവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്. ഇപ്പൊ ഒന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ക്ലാസ് ഇങ്ങനെ ഈ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ക്ലാസ്സിന്റെ രീതി മുന്നോട്ട് പോവാന്ന് കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം പ്രയർ നിങ്ങൾ ചെയ്യാം. ആരെങ്കിലും ഒരാള് എല്ലാ ദിവസവും മാറി മാറി ചെയ്യുക. എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും പ്രയർ നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പ്രയർ ആണ് നമ്മൾ കൂടുതലായിട്ട്, കാരണം നമ്മുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. പക്ഷെ ഇംഗ്ലീഷിൽ വശമില്ലാത്ത ആളുകൾ, അതായത് കൂടുതലും നമുക്ക് ഹൈ ക്വാളിഫൈഡ് ആയിട്ടില്ലാത്ത ആളുകൾ കൂടി നമ്മുടെ ഈ കോഴ്സിലുണ്ട്. അപ്പൊ മലയാളത്തിൽ നമുക്ക് പ്രയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ഓർ മലയാളം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രയർസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. പിന്നെ ഒരു തോട്ട് ഓഫ് ദ ഡേ ഉണ്ടാവും. ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇല്ലേ, അവരുടെയൊക്കെ തോട്ടുകളില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ മാറി മാറി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. തോട്ട് ഓഫ് ദ ഡേ. ഓക്കെ, നമുക്ക് ഫോണിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങള് കേട്ട് വന്നിട്ടുള്ള തോട്ടുകൾ ധാരാളമായിട്ടുണ്ടാവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ. അതൊക്കെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഒരാൾ ഒരു ദിവസം, ഇപ്പൊ ആദിന AS ഒരു ദിവസം പ്രയർ ആണെങ്കിൽ നിമ്മി സിവിയർ ആ ദിവസം തന്നെ തോട്ട് ഓഫ് ദ ഡേ ചെയ്യുക. അങ്ങനെ മാറി മാറി എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പ്രയറും അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ സോങ്സ്, റൈംസ്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് പാടി പഠിപ്പിക്കുന്ന ആക്ഷൻ സോങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ റോൾ പ്ലേ ചെയ്യാം. നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സോഷ്യൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് റോൾ പ്ലേ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ അതെ. ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ? എല്ലാവരും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് വാങ്ങണം കേട്ടോ. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഓക്കെ.
ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മരിയ മോണ്ടിസോറിയെ കുറിച്ചൊക്കെ ജിഷാൻ സർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? മരിയ മോണ്ടിസോറി ആക്ടിവിറ്റി ലേണിംഗ് ആണ് നമ്മൾ കേട്ടോ. കേവലം ഒരു തിയറി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ നമ്മളെ പഠിപ്പിക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ ചാപ്റ്റർ എടുക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങളോട് കൂടി ചോദിക്കും. നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ക്ലാസ് എടുത്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ആരെങ്കിലും പ്രെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്യാമോ പ്രെയർ ഒന്ന്? ഇല്ല, ആരും പ്രിപ്പയർ അല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഒരു പ്രെയർ ചെയ്യാം. ഒരു മലയാളം പ്രെയർ ചെയ്യാം കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഒരു പ്രെയർ ആണ്, സ്കൂളുകളിലൊക്കെ ഒന്ന് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്യാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. പ്രോബ്ലം ഇല്ലല്ലോ? എല്ലാവരും കണ്ണടച്ച് ഇരിക്കുക കേട്ടോ കേൾക്കുമ്പോ. ഓക്കെ, നമുക്ക് നല്ലൊരു തുടക്കമാവണ്ട, അതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രെയർ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ തുടങ്ങി നിങ്ങൾ ചെയ്യും. ഓക്കെ, വെളിച്ചമേ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ ഇന്നേക്ക് പചുരീണമേ, തരും ശക്തിയും നീയല്ലോ, നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി കുടിയിരിക്കണമേ, Okay, let us start to the class. Okay. അപ്പോ നമ്മള് ഒരു പ്രയറോട് കൂടിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മള്, ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയർ ചെയ്യാം, മലയാളം പ്രയർ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു പ്രയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മള് ചാപ്റ്റർ എടുക്കാനായിട്ട് പോകുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നവര് മാത്രം ആൻസർ ചെയ്താൽ മതി. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹെൽത്തുമായി റിലേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ്, ഇത്രയും കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ഹെൽത്ത്? നിങ്ങളൊന്ന് പറഞ്ഞു. ലിൻഡു പൗലോസെ ഒന്ന് പറഞ്ഞു, എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാല്? ആരോഗ്യം, ഇല്ലാത്ത അവസ്ഥ. ഒരാള് പറയാ, ഞാൻ പറയുന്ന ആള് പറഞ്ഞാൽ മതി. സജ്ന ആൻഡോ ഒന്ന് പറയാം. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു രോഗമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വ്യക്തി ശുചിത്വം, ആരോഗ്യ ശുചിത്വം. വ്യക്തി ശുചിത്വം, ആരോഗ്യ ശുചിത്വം. WHO ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്തിനെ കുറിച്ച്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണെന്ന് അറിയാമോ?
മറന്നുപോയി. അറിയാമായിരുന്നോ? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്. അതാണ് WHO പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ കേട്ടോ. അതായത് ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും വെൽബീയിങ് അഥവാ ഒരു വെൽഫെയർ, നല്ലൊരു അവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഹെൽത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് WHO കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് രോഗമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം രോഗങ്ങൾ ഇല്ലാതിരിക്കുക. ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെയും കൂടി ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥയും കൂടിയാണ്. അതിനകത്ത് ആദ്യം വരുന്നത് മനുഷ്യ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിന് രോഗങ്ങൾ ഇല്ലാതിരിക്കുക, പരിക്കുകൾ ഇല്ലാതിരിക്കുക, അങ്ങനെ ആ ഒരു നല്ലൊരു ആരോഗ്യം, രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു രീതിയിൽ നമ്മുടെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് WHO ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് കൂടാതെ നമ്മുടെ ആരോഗ്യം മാത്രം ശരിയായാലേ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവൂ? ആണോ? നമ്മുടെ ബോഡി മാത്രം നല്ല രീതിയിലായാലും നമ്മളെ മൈൻഡും കൂടി ഓക്കെ ആവണം. നമ്മുടെ മൈൻഡ് ഓക്കെ ആവണം. അതുപോലെ തന്നെ നമ്മുടെ വെൽനെസിന്റെ കാര്യം ഞാൻ കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ, എന്താണെന്ന് ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളാണ്? ഭക്ഷണം, എക്സസൈസ് ചെയ്യുക. ആതിരായം പറഞ്ഞു ഒന്ന് ഒരാള് പറയാ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ഒരാള് പറയാം. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, മൈൻഡ് ഫ്രീ ആവുക. അതന്നെ, മൈൻഡ് ശരിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നുണ്ട്. പറയുന്നുണ്ട് അല്ലേ? പിന്നെ ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയ ഭക്ഷണങ്ങള്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, അതിനകത്ത് ലീഫി ധാന്യങ്ങള്, വെജിറ്റബിൾസ്, പച്ചക്കറികള് അല്ലെ, ബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ ആരോഗ്യപരമായിട്ട് ഇതിന്റെ ഇറച്ചി കഴിക്കുന്നതും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലെ, അതല്ലേ നമ്മൾ നോക്കേണ്ടത് ആദ്യം? അതെ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തുക അല്ലെ. രാവിലെ എന്തൊക്കെ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്താണ്, വൈകുന്നേരം ഡിന്നർ, ഇടനേരങ്ങളിൽ എന്തൊക്കെയാ കഴിക്കുക, എന്തൊക്കെയാണ് ലിൻഡോ പൗലൂസ് കഴിക്കുന്ന ആഹാരങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം. രാവിലെ ആവിയിൽ പുഴുങ്ങിയ ഇഡ്ഡലി, പുട്ട്, ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ചോറ്, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ രാത്രി ഡിന്നർ ചോറ് തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? പിന്നെ കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാലും. ഒരു ഗ്ലാസ് പാൽ. അതാണ് ലിൻഡോ പൗലോസിന്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം. ഓക്കെ, ധന്യാസുതിയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഒന്ന് പറയാമോ? ധന്യ, ഒരു ദിവസം മോള് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? രാവിലെ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം, ഉപ്പുമാവ് അങ്ങനെ കഴിക്കും. ഉച്ചയ്ക്ക് ചോറിനും 4 മണിക്ക് പലഹാരം എന്തെങ്കിലും കഴിക്കും. ആവിയിൽ വേവിച്ച അട അങ്ങനെയൊക്കെ. വൈകുന്നേരം ചോറ് തന്നെ. ചോറ്. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ഉണ്ടോ? മിന്നു, വിഷ്ണുപ്രിയ, വ്യത്യസ്തമായിട്ട്? രാവിലെ ദോശ, ഇഡ്ഡലി അങ്ങനെ. ലിൻഡു പൗലോസ് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ലിൻഡു പൗലോസ് ഒന്ന് മ്യൂട്ട് ചെയ്യാം. മിന്നു വിഷ്ണുപ്രിയ മാത്രമായി
എന്താണ് പറഞ്ഞു? കേൾക്കുന്നില്ല. രാവിലെ ദോശ, ചപ്പാത്തി അങ്ങനെ എല്ലാം കഴിക്കും. പിന്നെ രാവിലെ ദോശ, ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്. രാവിലെ ഉച്ചക്ക് ചോറ്, പിന്നെ വൈകിട്ട് 4 മണിക്ക് ചായയും പലഹാരങ്ങൾ എന്തെങ്കിലും. പിന്നെ വൈകുന്നേരം രാത്രി ചോറും പിന്നെ പാല് കുടിക്കും. ഓക്കെ. അപ്പൊ 2-3 പേരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പോ നിങ്ങൾക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച്, അസൈൻമെന്റിനെ കുറിച്ച് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മിസ് ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻമെന്റ് പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഓക്കെ, ഒരു ആക്ടിവിറ്റി തരാം. ഓക്കെ, ആക്ടിവിറ്റി ആണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കയ്യിൽ തന്നെ സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും, അതായത് നിങ്ങൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ്. അതായത് രാവിലെ ഇപ്പൊ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ, ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ ചോറിന്റെ കൂടെ ഒരു കറി, പിന്നെ എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾ, എന്തെങ്കിലും ഒരു തോരനോ അങ്ങനെയുള്ള ഒരു സംഭവം. ദെൻ വൈകുന്നേരം ഒരു ചായ, ഒരു സ്നാക്ക്. ദെൻ രാത്രി ഡിന്നറിന് ചപ്പാത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, അത്തരത്തില് ഒരു മീൽ പ്ലാൻ തയ്യാറാക്കി ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി തയ്യാറാക്കുക. ചാർട്ട് പേപ്പറിൽ എഴുതി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പിക്ചറുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളിപ്പോ ഇഡ്ഡലി സാമ്പാറാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിന്റെ കൂടെ ഇഡ്ഡലിയുടെയും സാമ്പാറിന്റെയും ഒരു പിക്ചർ, അത് ചിലപ്പോ നമ്മളൊരു പ്ലേറ്റ് ആയാലും വരച്ചു വെച്ചാൽ മതി. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു ആപ്പിൾ ആണ് കഴിക്കുന്നതെങ്കിൽ ആപ്പിളിന്റെ ഒരു പിക്ചർ, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പിക്ചർ ഒട്ടിച്ച് വെക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമല്ലോ സ്കൂളുകളിൽ, അപ്പൊ അവിടുത്തെ കുട്ടികളെ കാണിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആകും. ക്ലിയർ ആയോ പറഞ്ഞത്? ചാർട്ടിലാണോ ചെയ്യേണ്ടത് മാഡം? ചാർട്ടിൽ ചെയ്താൽ മതി, കാരണം നമുക്ക് പേപ്പറിൽ ഇത് ഒതുങ്ങില്ലേ, 4 ഷീറ്റ് പേപ്പറിൽ ഇത് ഒതുങ്ങില്ല. പിക്ചേഴ്സും അതുപോലെ നമുക്ക് വരയ്ക്കാൻ, ഇപ്പൊ അവരുടെ ഒക്കെ പടം പിക്ചർ ആണെങ്കിൽ പിക്ചർ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി സ്പേസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് A4 ഷീറ്റിൽ ഇത് ഒതുങ്ങില്ല, അതുകൊണ്ട് ചാർട്ട് പേപ്പറിൽ എന്ത് ചെയ്യാം കേട്ടോ. ഒരു 7 ദിവസത്തെ മീൽ പ്ലാൻ ചെയ്യാം. 7 ദിവസം നമുക്ക് മൺഡേ. പിന്നെ സർക്കിളായിട്ട് ചെയ്യണോ അതോ എന്താണ്? ഞാൻ ഫൗസിയാണ്. സർക്കിളായിട്ട് ചെയ്യണോ അതോ നമ്മൾ താഴെ ഡൗൺലോഡ് അവിടെ വരച്ചു പോവാം. ഓരോ മൺഡേ എന്താണ് കഴിക്കുന്നത്, അവര് കോളം അങ്ങനെയില്ലേ, കോളമായിട്ട് ചെയ്യുന്നതില്ലേ, അങ്ങനെ ചെയ്തു പോവാം. ഞാന് ഇതിന് വിപരീതമാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞ കേട്ടു, പക്ഷെ ഞാന് വേറെ ഡയറ്റ്, ഇപ്പൊ ഡയറ്റ് ഫോളോ ചെയ്തോണ്ടിരിക്കാണ്. അപ്പം ഇതല്ല കഴിക്കണത്. അത് കുഴപ്പമില്ല, എന്താണോ കഴിക്കുന്നത് അത് ചെയ്താൽ മതി. എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല, ഞാന് ഹെൽത്ത് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ കുറച്ചായി തുടങ്ങിയിട്ട്, പക്ഷെ ചെറിയ ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, കുഴപ്പമില്ല. നമ്മള് മെയിന് റാഗി, അതേപോലെ ചെറുപയറ്, ഉഴുന്ന്, ഉലുവ ഒക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് അത് 2 കഴിക്കും. പിന്നെ രാവിലെ വെറും വയറ്റിൽ ചിയാ സീഡിന്റെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ 8 മണിയാകുമ്പോ ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പപ്പായ അങ്ങനെ എന്തെങ്കിലും. ഇന്ന് നേന്ത്രപ്പഴം അങ്ങനെ കഴിച്ചത്, മുട്ടയും നേന്ത്രപ്പഴം. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും നട്ട്സ്, എന്തെങ്കിലും കുറച്ച് ചെറിയ രീതിക്ക് ഒരു 5 വെച്ചിട്ട്, അല്ലെങ്കിൽ 2-3 വെച്ചിട്ടൊക്കെ അത്. പിന്നെ 6 മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യും ഫുഡിൻ്റെത്. 6 മണിക്ക് ഒരു ഗ്ലാസ് ചിയാസീഡിന്റെ വെള്ളം കൂടി സ്റ്റോപ്പ് ആക്കും. അത് മതി, അത് ചെയ്താൽ മതി, അത് ഷാർപ്പിൽ ചെയ്താൽ മതി. എന്താണോ നിങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ചാർട്ട് പേപ്പറിലാണ്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോ അങ്ങനെ മോണ്ടിസോറിന്റെ ഓൺലൈൻ ക്ലാസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ചിലര് പറയണത് നമുക്ക് അതിനുള്ള മക്കൾ പഠിപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുമോന്ന് ചോദിക്കണം. ഓൺലൈൻ ക്ലാസ് ചെയ്താല് കിട്ടൂലേ? അപ്പൊ നമുക്ക് ആരോട് ചോദിക്കണ്ടേന്ന് അറിയില്ല. അപ്പൊ ക്ലാസ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കായിരുന്നു.
നമ്മള് തിയറി മാത്രമല്ല പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അത് നമ്മുടെ തിയറി പാർട്ട് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽസ്. മക്കളെ മാനേജ് ചെയ്യാൻ പറ്റൂല ഓൺലൈൻ ക്ലാസ് എടുത്താല് എന്നാ പറയണത്. അപ്പൊ നമുക്ക് സൗകര്യം ഓൺലൈൻ ക്ലാസ് നന്നായിട്ട് പറ്റും കേട്ടോ. കുറെ കുട്ടികള് അതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ ടെൻഷൻ ഉണ്ട്. നമ്മള് 10th കഴിഞ്ഞിട്ടോ പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു പൂതി കൊണ്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം എന്തായാലും നമുക്ക് പറ്റുന്നില്ല ഇതുണ്ട് മനസ്സുകൊണ്ട്. അപ്പൊ അതിന്റെ ഒരു മുന്നോട്ട് പോവാണ്. ഞാൻ പ്രോമിസ് ചെയ്തു രസ്ന ഇപ്പോ ഈ ഒരു തുടക്ക ക്ലാസ്സിലാണ് ഇങ്ങനെ ചോദിച്ചത് അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? അതെ 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 മാം, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ രസ്ന റഷ്യല്ല മോളെ പേരാണത്. അപ്പൊ ഐഡിയ എടുത്തപ്പോ ഫൗസിയാണ് പേര്. ഫൗസിയക്കാണ് ഈ ഒരു ഡൗട്ട്. ഫൗസിയ, ഈ ഒരു ബാച്ച് തീരുമ്പോൾ ഈ ഒരു എല്ലാ ഡൗട്ടും ഫൗസിയയുടെ മാറും, പെർഫെക്റ്റ് ആവും കേട്ടോ. കോഴ്സ് ചെയ്യുന്നുണ്ട്, ഹിന്ദി ചെയ്യുന്നുണ്ട്. അടുത്ത മാസം 17-നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഹിന്ദി TTCൻ്റെത്. അപ്പൊ അത് നമ്മള് ഓൺലൈൻ അല്ല ഓഫ്ലൈനായിട്ട് പോവാണ്. അപ്പൊ 1 മണി വരെയാണ്, 10 മണി തൊട്ട്. അപ്പൊ നമുക്ക് ക്ലാസ് ഒക്കെ എങ്ങനെയാ, അതും ഒരു ടെൻഷൻ ഉണ്ട്. അതിന്റെ ഒരു ടെൻഷൻ ആവശ്യമില്ല, എല്ലാരും ഓക്കെ ആവും കേട്ടോ. യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, മൾട്ടി ടാസ്കിങ് അല്ലേ, യാതൊരു പ്രശ്നമില്ല. അതിന് കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. മാനേജ് ചെയ്യാം. നമ്മൾക്ക് എന്താ പറ്റാത്തെ ഫൗസിയ? നമ്മുടെ വീട്ടു ജോലികൾ മാനേജ് മക്കളൊക്കെ വലുതായി, നമ്മൾ ഒറ്റക്കായില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നി പഠിക്കണം. ഓക്കെ, യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. നമ്മൾക്ക് പറ്റുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എന്തൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്? കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നുണ്ട്, വീട്ടുജോലികൾ മാനേജ് ചെയ്യുന്നുണ്ട്, ഇനി പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പാട്? യാതൊന്നുമില്ല. ഓക്കെ, മനസ്സുകൊണ്ട് ഓക്കെയാണ്, 100%. മനസ്സുകൊണ്ട് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ അത് ശരിയാവും കേട്ടോ. യാതൊരു വറൈസും വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പേര് ഷെബിന എന്നാണ്, പട്ടാമ്പി എന്നാണ് കേട്ടോ, പാലക്കാട് ഷെബിന. ഞാനിവിടെ 1 ഇയർ ആയിട്ട്, ഞാനും +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്കൊരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയി. ഇപ്പൊ 1 ഇയർ ആയിട്ട് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഫോഴ്സ് ചോദിച്ചതിന് മറുപടി പറയാണ് കേട്ടോ. അപ്പൊ എനിക്ക് പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റില്. എങ്ങനെ ഞാൻ ഇത്ര CBSE സിലബസിലെ കുട്ടികൾക്കൊക്കെ എങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കും? കാരണം 10-ല് 2005-ല് +2 കഴിഞ്ഞതായിരുന്നു. പിന്നെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ 1 ഇയർ ആയിട്ട് ഓരോ കുട്ടിക്ക് പറഞ്ഞാൽ 10-15 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽപ്ഫുൾ ആയിട്ട് പേരൻസും ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കരുത്. പലരും നമ്മളെ ചുറ്റും ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഞമ്മക്ക് മനസ്സുകൊണ്ട് പറ്റോ ഇല്ലേ? പക്ഷെ ഞമ്മക്കൊരു ഇതുണ്ടായിരുന്നു മനസ്സുകൊണ്ട് ഞമ്മക്ക്. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്, രണ്ടും ഒപ്പം മുന്നോട്ട് കൊണ്ടുപോവാന്നുള്ളതില്. ഹിന്ദി സാറിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈനിൽ ചേരട്ടെ. സാറും ഓക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതില് ധൈര്യത്തിൽ പോവാ. പിന്നെ ഹസ്ബൻഡ് മെയിൻ സപ്പോർട്ടാണ്. അപ്പൊ ഓക്കെ പോയിക്കോ. സപ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? യാതൊരു പ്രശ്നമില്ല. സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം അത് നമ്മളൊരു ജീവിതത്തിന്റെ ഒരു ഇതില് സൗദിയിലായിരുന്നു. അപ്പൊ ആ ഒരു നമുക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ 5-6 വർഷമായിട്ടുള്ള വന്നിട്ട് 2005-ലായിരുന്നു 10th പൂർത്തിയായത്. അത് കഴിഞ്ഞേക്ക് അവിടെ ആയിരുന്നു ജീവിതം. അവിടെ ആ റൂമിന്റെ അങ്ങനത്തെ ഒരു നമുക്ക് മെന്റലി ഒരു ഇത് കിട്ടണില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റണില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ ഹസ്ബൻഡ് ഓക്കെ, എന്താ പറ്റുന്ന വെച്ചാൽ തെരഞ്ഞെടുത്തോ എന്നുള്ളൊരു ഇത് വന്നപ്പോ അപ്പോഴാണ് പിന്നെ നമുക്ക് ഇങ്ങനെ എന്തായാലും കോഴ്സ് വരാണ്, ഓൺലൈൻ ചെയ്താല് മക്കളെ മാനേജ് ചെയ്യാൻ പറ്റുമോ, എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോ ഞാൻ എന്താ പറ്റുമോ. പിന്നെ 5 ആളുണ്ട് മക്കള്. എന്തായാലും 5 ആളെ നോക്കിയൊരു ഇതുണ്ടല്ലോ, ആ കോൺഫിഡൻസ് ഓക്കെ ആയി. എന്തായാലും വേണ്ട, നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. കുറച്ച് എഫേർട്ട്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് എഫേർട്ട്. നമ്മൾക്ക് ഒന്ന് എഫേർട്ട് ഇടാതെ കിട്ടില്ല കേട്ടോ. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഉള്ള ടെൻഷൻ തന്നെ എഴുതി പറഞ്ഞത്. എല്ലാവർക്കും ഉള്ള ടെൻഷൻ തന്നെയാണ്, പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ടെൻഷൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം? ഇപ്പൊ ഈ PG ഡിപ്ലോമക്ക് സെയിം ക്ലാസ് തന്നെയാണോ? എന്നിട്ട് സർട്ടിഫിക്കറ്റിൽ മാത്രമാണോ മാറ്റമുള്ളത്? അതെ അതെ, അത് സെയിം ക്ലാസ്. നമുക്ക് കുറച്ചും കൂടി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ.
ഓക്കെ. അല്ല ഞാൻ പി ജിക്കാണ് ജോയിൻ ചെയ്തത്, അപ്പോ ആ ഡൗട്ട് ആയതുകൊണ്ട് ചോദിച്ചതാണ്. അത് സാറിന് ഒരു ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് സാറിന് ഒരു ക്ലാസ് ഉണ്ടാവും. സാറിന്റെ ഡൗട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ സാറിനോട് ചോദിച്ചോളൂ കേട്ടോ. എന്തായാലും ഒരു ക്ലാസ് നിങ്ങൾക്ക് തരും സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ താങ്ക് യു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മ്യൂട്ട് ചെയ്യാട്ടോ. നൂറിഷ മ്യൂട്ട് ചെയ്യാം. പി ജിക്ക് ജോയിൻ ചെയ്തവര് ആ ഇത്തരത്തിൽ ഡൗട്ടുകൾ ഉള്ളവര് സാറിന്റെ ക്ലാസ് ഉണ്ടാകും. അപ്പൊ ഈ വിധത്തിലുള്ള ഡൗട്ട്സ് എന്ത് ചെയ്യാം, സാറിനോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുക. എഫേർട്ട് ഇല്ലാതെ നമുക്കൊന്നും തന്നെ സാധ്യമല്ല, അല്ലെ? അപ്പൊ കുറച്ച് എഫേർട്ട് ഇടാം, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, വിജയം നിങ്ങളുടെ കൈക്കുമ്പിളിലെത്തും. അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാവരും സാധിക്കും. ഇപ്പൊ എന്തോരം ആളുകളാണ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, എവറസ്റ്റിന്റെയൊക്കെ മുകളിൽ പോയി നിൽക്കുന്ന ആളുകള്, അവിടെയൊക്കെ കൊടുമുടിയൊക്കെ അല്ലെങ്കിൽ പതാക കുത്തുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? എന്തൊരു എഫേർട്ട് ഇട്ടിട്ടായിരിക്കും അത് അവരതിന്റെ മുകളിൽ കയറുക. മുകളിൽ കയറി കഴിഞ്ഞാല് എന്ത് സന്തോഷമായിരിക്കും. ലോകം തന്നെ കീഴടക്കി എന്നുള്ളൊരു വിചാരമായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് പതുക്കെ പതുക്കെയാണ് നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുക. ഒറ്റയടിക്ക് എല്ലാവരും കൂടി തിന്നാന്ന് വിചാരിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങള് നീക്കാനായിട്ട് നോക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. പയ്യെ തിന്നാൽ അങ്ങനത്തെ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ ഒറ്റയടിക്ക് എനിക്ക് എല്ലാം പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. ഓരോ സ്റ്റേജ് വൈസാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഫൈനലി നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയിരിക്കുകയും ചെയ്യും. അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ യാതൊരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഒന്നും തന്നെ ആർക്കും വേണ്ട. അപ്പൊ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു മീൽ പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ട് തയ്യാറാക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്റെ ക്ലാസ് മൺഡേ ആണ് വരുന്നത്. മൺഡേക്കുള്ളിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ ആണോ? ഡേറ്റ് ഓക്കെ ആണോ? ഒരു ദിവസത്തെ മാത്രം പോരെ? ഒരു ദിവസമാണെങ്കിൽ നമ്മൾക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസമാണെങ്കിൽ രാവിലത്തെ ഉച്ചത്തെ വൈകുന്നേരത്തെ പെട്ടെന്ന് കഴിയും. അതിന് ഈ ശാസ്ത്ര പേപ്പറുടെ ഒന്നും ആവശ്യമില്ല, അല്ലെ? ഒരാഴ്ചത്തെ വേണം. ഒരാഴ്ചത്തെ. ഒരു ചാർട്ടിൽ അങ്ങനെയാണോ? അതോ ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് കോളം വൈസ് ചെയ്യാം. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ, അത്തരത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫുഡ് ചെയിൻ പോലാണോ ചെയ്യുന്നത്? എന്താ ഫുഡ് ചെയിൻ പോലാണോ? ഫുഡ് ചെയിൻ ഐ മീൻ സൈക്കിൾ മാതിരി നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്നു. അപ്പൊ രാവിലെ ഇപ്പൊ ഒരു കോളത്തില് രാവിലെ ഒരു കോളം അതിനായിട്ട് മാറ്റിയപ്പോ മൺഡേ രാവിലെ കഴിക്കുന്ന എഴുതാം, ഉച്ചയ്ക്ക് കഴിക്കുന്ന എഴുതാം, വൈകുന്നേരം കഴിക്കുന്ന എഴുതാം, ട്യൂസ്ഡേ രാവിലെ കഴിക്കുന്ന എഴുതാം. അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ യൂസ് ചെയ്യാം. ഒരേ ഫുഡ് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, മാറ്റം ഉണ്ടാവാറില്ലേ? അത് അനുസരിച്ചിട്ട് അതല്ല മാം, അത് നമ്മൾ പിക്ചർ വരക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് പറ്റുമോ 7 ദിവസത്തത് നമുക്ക് അതിൽ കൊള്ളു ഒരു ചാർട്ട്? ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം. കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് പിക്ചർ ഉണ്ടെങ്കിലല്ലേ ഒന്നും കൂടി ഒരു ഇത് കിട്ടുള്ളൂ, അല്ലേ? അത് നിർബന്ധമില്ല. കയ്യിലില്ലാത്തവരാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ നിർബന്ധം പറയുന്നില്ല. ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വരച്ച് ചേർക്കാം. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഉപയോഗിച്ച് വരച്ചിട്ട് സ്കെച്ച് പെൻ കൊണ്ട് കളർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്രയോൺസ് കൊണ്ട് കളർ കൊടുത്താൽ മതി. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ചാർട്ട് എടുത്തു വെച്ചിട്ട് കുഴപ്പമുണ്ടോ? നമുക്ക് എന്താണ് രണ്ടാമത്തെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് കുഴപ്പമുണ്ടോ? 2 ചാർട്ടിലാക്കിയിട്ട് വരച്ച് വെച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മാം മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ മാം? ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. ഓക്കെ. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മലയാളത്തിൽ ചെയ്താൽ മതി. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ ഞാൻ നിർബന്ധം പറയുന്നില്ല. അങ്ങനെ എഴുതാൻ ഇതില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് മലയാളത്തിലായാലും ചെയ്താൽ മതി. യാതൊരു പ്രശ്നമില്ല കേട്ടോ അതിനൊന്നും. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് ചില എന്താ പറയാ കോട്ടിങ്സ് ഉണ്ട്. എന്താണ് പറയാ, ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്തി മൈൻഡിന്റെ ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക. നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം.
പിന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക, ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ് അല്ലെ. അപ്പൊ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെ. ഫിസിക്കൽ ഫിറ്റ്നസിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ യോഗ ചെയ്യാം. ഞാൻ ഡെയിലി യോഗ ചെയ്യാൻ പോകും. ശനി ഞായറും ഒഴിവാണ്. ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 2 മണിക്കൂർ. എത്ര, അരമണിക്കൂറാണോ 1 മണിക്കൂറാണോ? 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ചെയ്യാറുണ്ട് അല്ലേ? ഒരു യോഗ പോസ്റ്റർ കാണിച്ചു തരാമോ? അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രാണായാമം പോലുള്ള എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാമോ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട്? ഓക്കെ, സൂര്യ നമസ്കാരം തന്നെ കാണിച്ചു തരാം. സൂര്യ നമസ്കാരം കാണിച്ചു തരും കേട്ടോ ഫൗസിയ. ഓക്കെ, നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതി. ഒരു എത്ര നമ്മളെ മിനിറ്റ്? ഡ്രസ്സിങ്ങും കാര്യങ്ങളും നോക്കി അല്ലാതെ 5 മിനിറ്റ് ആണോ? 5 മിനിറ്റ് പോരെന്ന് തോന്നുന്നു അല്ലെ സൂര്യ നമസ്കാരത്തിന്? 10 മിനിറ്റ് വേണോ? അല്ല, നമ്മള് ഫാസ്റ്റ് ആയിട്ടും ഉണ്ട്, ഇതായിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് വേണ്ട, സ്ലോ ആയിട്ട് മതി. ഒരു സൂര്യ നമസ്കാരം 10 മിനിറ്റ് തരാം കേട്ടോ ഞാൻ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഡ്രസ്സിങ്ങില് പറ്റുമോ അറിയില്ല, നമ്മളിട്ട ഡ്രസ്സിങ്ങിൽ ഓക്കെ ആണെന്ന് അറിയില്ല. ചെയ്യാൻ ഓക്കെ അല്ലേ? കംഫർട്ട് അല്ലേ? കോൺഫിഡന്റ് അല്ലേ? ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുള്ളൂ. അത് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം? നല്ല എക്സസൈസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട് അല്ലെ. നമ്മുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മസിൽസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മസിലൊക്കെ നല്ല രീതിയിലാവാൻ, അല്ലെങ്കിൽ മസിൽ മൂവ്മെന്റ്, നമ്മുടെ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ മസിൽസിന്റെ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മള് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ചില ആളുകൾ ജിമ്മിൽ പോകും, ചില ആളുകൾ യോഗ ചെയ്യും, ചില ആളുകളാണെങ്കിൽ ലൈക്ക് എന്താ പറയാ ബാഡ്മിന്റൺ, ഫുട്ബോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. എത്ര പേരുണ്ട് ഇവിടെ ജിമ്മിൽ പോകുന്നവര്, യോഗ ചെയ്യുന്നവര്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എത്ര നാളായി ചെയ്യുന്നു? ഞാൻ വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. സിയ പറയട്ടെ, ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കാം. വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നു, എത്ര നാളായിട്ട് ചെയ്യുന്നു സിയ? ഇപ്പൊ 3 മാസമായി. 3 മാസമായി അല്ലേ? എന്താണ് ചെയ്യാനായിട്ടായ ഇൻസ്പിറേഷൻ? എന്താണ് തോന്നിയത്? എന്താണ് ചെയ്യാനായിട്ട് അങ്ങനെ? വെയിറ്റ് ലോസ് ആണ് മെയിൻ കാരണം. വെയിറ്റ് ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതെ. എങ്ങനെയാണ് അപ്പൊ ചെയ്യാ? ഏത് മെത്തേഡാണ്? യൂട്യൂബ് ഓൺ ചെയ്തിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ? യൂട്യൂബിൽ നോക്കി ചെയ്യും, പിന്നെ കുറെയൊക്കെ എന്റേതായ രീതിയിലുള്ളത് ചെയ്യും. അങ്ങനെ 1 മണിക്കൂർ രാവിലെ ചെയ്യും, രാത്രി 1 മണിക്കൂർ നടക്കും. ഓക്കെ. മാറ്റം ഉണ്ടായിട്ടുണ്ടോ 3 മാസം കൊണ്ട്? എപ്പോഴാണ് മാറ്റം തുടങ്ങിയത് പറയാമോ? മാറ്റം തുടങ്ങിയത് വ്യത്യാസം വരുമോ? പെട്ടെന്നൊന്നും മാറ്റം വന്നില്ല, എന്നാലും മെന്റലി ഭയങ്കര ഇതായിരുന്നു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രീ ആയി. അതെ, ഭയങ്കര ഫ്രീ ആയി. വേദനകളൊക്കെ നല്ല കുറഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു. നമ്മുടെ ബോഡിയിൽ മാത്രമല്ല, അല്ലാതെ നമ്മൾക്ക് ഉണ്ടാകുന്ന മൈൻഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവും. നമ്മള് ഒരുപാട് ഫ്രീ ആയ പോലെ തോന്നും. സ്ട്രെസ് ഒക്കെ ഒരുപാട് കുറയും, ടെൻഷൻ ഫ്രീ ആവും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ്. മെന്റലി നല്ല ഫ്രീ ആണ്. ഇനി അടുത്ത ആരാണ് പറയാ? അങ്കിത രതീഷ്. വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നു മാം. മെയിൻ അതന്നെ, വെയിറ്റ് ലോസ് തന്നെ മെയിൻ. എല്ലാ പെൺകുട്ടികളത് ഇപ്പൊ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഏകദേശം എല്ലാരും തടി വെക്കൽ തന്നെ. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഏകദേശം ഏതെല്ലാം എക്സസൈസ് ആവും അതും. പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ വാക്കിംഗ് സ്റ്റാർട്ടാക്കി. വാക്കിങ്ങിൽ എനിക്ക് 1-2 വീക്സ് 3 വീക്സിൽ തന്നെ അതിന്റെ ഇത് മനസ്സിലാവാൻ തുടങ്ങി. മെയിൻ അവര് പറഞ്ഞ മാതിരി തന്നെ മൈൻഡ് ഫ്രഷ് ആണ് മാം.
വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഈ കുഞ്ഞുങ്ങളൊന്നിട്ട് കാലം കഴിഞ്ഞിട്ട് അവർ ആ ടെൻഷൻ, എഡ്യൂക്കേഷൻ ടെൻഷൻ, അത് ഇതെന്ന് നമുക്ക് തലയിൽ മൈൻഡ് ഫ്രഷ് ആവാൻ എന്ത് വേണം? മെയിൻ ആയിട്ട് നമുക്ക് ആകെ കിട്ടുന്നത് എക്സസൈസ്. ഇല്ലെങ്കിൽ ഒന്നാം മൊബൈൽ ഫുള്ളായിട്ട് എഡിറ്റ് ആയിട്ടുണ്ടാവും. മൊബൈൽ എഡിറ്റ് ആയെങ്കിൽ ഫുള്ള് ഫാമിലി എല്ലാം നമ്മുടെ ബാക്കിൽ ഉണ്ടാവും, മൈൻഡിക്ക് ഫുള്ള് സ്ട്രെസ് തരണ്ടാവും. സോ അതിനെ വൈവാക്കാൻ എക്സസൈസോടെ പോയി. അപ്പോ ഇതിപ്പോ എക്സസൈസ് ലാസ്റ്റ് ഇയർ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ആക്കിയത്, വാക്കിംഗ് ചെയ്തു. ഉണക്ക് ഒന്ന് ഞാൻ 75 ഉണ്ടായപ്പോ 70 kg വന്നിട്ടുണ്ടായി. 1-2 months തന്നെ അതിന്റെ എഫക്ട് കണ്ടിട്ടുണ്ടായി. പിന്നെ ആദ്യം കൺസീവ് ആയപ്പോ പിന്നെ പറയാൻ പറ്റൂല. ഇപ്പൊ ആദ്യം ആഫ്റ്റർ ഡെലിവറി ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം 77 ഇപ്പൊ 69 വന്നിട്ടുണ്ട് മാം. 2 months എക്സസൈസിന്റെ ഇത് ഞാൻ പറഞ്ഞ ആരെ കോച്ച് അങ്ങനെ ആരും ഇല്ല. ബട്ട് യൂട്യൂബ് കണ്ടിട്ട് എക്സസൈസ് നമുക്ക് ഏത് പറ്റുന്നു അതിനെ ആക്കിയിട്ട് കുറച്ച് ഓക്കെ. ഇപ്പൊ മൈൻഡ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ടൈമിൽ വർക്ക് ഇല്ലാത്തത് മെയിൻ അല്ലോ. സോ ആ ടൈമൊക്കെ ഓക്കെ, മൈൻഡ് ഇപ്പൊ ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എക്സസൈസ് ചെയ്തിട്ട് ഓക്കെ 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 അങ്ങനെ ഉണ്ട് ഇപ്പൊ. അങ്കിതയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്കിത ഏതാണ് നാട് എവിടെയാ? സോറി മാം, എന്റെ ലാംഗ്വേജ് കുറച്ച് മാറ്റം ഉണ്ടാവും. ഞാൻ മാംഗ്ലൂർന്ന് മാം. മംഗലാപുരം. യെസ് മാം. അതുകൊണ്ടാണ് ചോദിച്ചത്. മംഗലാപുരം എവിടെയാ? യെസ് മാം, എന്റെ ലാംഗ്വേജ് മെയിൻ പ്രോബ്ലം. ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിന് മാമില്, ജിനിഷ മാമില് എന്റെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവും. ഇവൻ ഗ്രൂപ്പിലും അങ്ങനെ മലയാളത്തിൽ അയക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. ഞാൻ ലാസ്റ്റ് ടൈമിൽ സാറില് പറഞ്ഞോണ്ടേ ഉണ്ട് മലയാളം ടെക്സ്റ്റ് ഒന്നും അയക്കല, എനക്ക് വായിച്ചു തരാനോ അറിവില്ല വീട്ടിലിന്ന്. ഇപ്പൊ അതൊന്നേ പ്രോബ്ലം ഇല്ലു. ഓക്കെ മുണ്ടുന്നതിന് കുഴപ്പമില്ല, ബട്ട് വായിക്കാനേ പ്രശ്നമില്ലു. ആതിരയാണ്. എനിക്ക് എന്റെ കാര്യമല്ല പറയണേ, എന്റെ മോളാണ്. എന്റെ മോള് നല്ല വെയിറ്റ് ആണ്. അവൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ വെയിറ്റ് 40 kg ഉണ്ട്. അപ്പൊ ശ്വാസം മുട്ടുണ്ടായിരുന്നു എപ്പോഴും. പിന്നെ ശ്വാസം മുട്ടായിട്ട് ചുമയും ശ്വാസം മുട്ടായിട്ട് എപ്പോഴും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറങ്ങാനും പറ്റൂല, ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വെയിറ്റ് കുറക്കാനാ പറഞ്ഞവര്. ഡോക്ടർ വെയിറ്റ് കുറക്കാൻ പറഞ്ഞു. അപ്പൊ വെയിറ്റ് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഡയറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഇപ്പൊ 40 kg ഉണ്ടായിരുന്നു. ഇപ്പൊ 2-3 മാസം കൊണ്ട് ഓരോരോ മാസം ഓരോരോ കിലോ കുറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ 37 കിലോ ആയിട്ടുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് കുറച്ചത് ഡയറ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ടും ആണ് വെയിറ്റ് കുറച്ചത്. വെയിറ്റ് ഉണ്ടാവുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. ശ്വാസം മുട്ട എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് കുറയ്ക്കുമ്പോ അത് കുറഞ്ഞിപ്പോ, സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടൽ കുറഞ്ഞിപ്പോ. ഹെൽത്ത് ഇഷ്യൂസും മറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട് വെയിറ്റ് കൂടിയാൽ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ പറയേ വേണ്ട, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള. എന്റെ മോനും ഒരു ഓവർ വെയിറ്റ് ആണ്. ഡോക്ടർ വെയിറ്റ് കുറക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറച്ചിട്ട് ഈ മാസം ഒരു പകുതി ആവും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ വെയിറ്റ് ഉദ്ദേശിച്ചത്ര രീതിയിൽ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് അവന്റെ അധികം അങ്ങോട്ട് കുറയുന്നില്ല. അപ്പൊ എന്താണെന്ന് ഡോക്ടറെ കാണിച്ചാലേ എനിക്ക് മനസ്സിലാവും. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നു. തൈറോയ്ഡ് ഉണ്ടെങ്കിലേ വെയിറ്റ് കൂടുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാ ചെക്കപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പേടിച്ചായിരുന്നു തൈറോയ്ഡ് ഉണ്ടോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ തൈറോയ്ഡ് ഒന്നും ഇല്ല. അപ്പോ പറഞ്ഞു വന്നത് ഓരോരുത്തരും എന്താ പറയാ, പിന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി എന്താ പറയാ ഏജ് അനുസരിച്ചുള്ള എക്സസൈസ് ആണ് ചെയ്യുക. കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആവില്ല കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള എക്സസൈസ് ഉണ്ടാവും. നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാല് ജിം ട്രെയിനർ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ്, നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ അതും ഒരു ഇതിൽ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നല്ല എക്സസൈസ് ചെയ്യുക, നല്ല നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കുക, അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാവുക. അതുപോലെ തന്നെ ഫിസിക്കൽ
ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ? സാധിക്കുമോ ഇല്ലയോ? അതാണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ്, ഫിസിക്കലി ഫിറ്റ് ആണ്, ഏകദേശം പറയാനായിട്ട് സാധിക്കും അല്ലേ? നന്ദന രാകേഷ് മ്യൂട്ട് ചെയ്യാട്ടോ നന്ദന. അപ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും മ്യൂട്ട് ചെയ്യാ. അതല്ല മാഡം, നമ്മൾ മെന്റലി ഓക്കെ ആയാൽ തന്നെ ഫിസിക്കലി ഓക്കെ ആവുന്ന. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രോഗങ്ങളൊന്നുമില്ല, നമ്മള് ഫിസിക്കലി ഫിറ്റ് ആണ്, ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ഇരിക്കുന്നു. പക്ഷെ നമ്മള് മെന്റലി ഓക്കെ ആവണം അല്ലെ? മെന്റലി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അല്ലെ? നമ്മൾക്കിപ്പോ ഹെൽത്ത് ഉണ്ട്, നല്ല നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് വീക്ക് ആണെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. പറ്റില്ല അല്ലെ? അപ്പൊ മനസ്സിന്റെ ആരോഗ്യം, നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളുടെ മനസ്സിനെ എന്താ പറയാ വീക്ക് ആക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആൻസൈറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ, ദെൻ ഇമോഷൻസ്, ചെറിയ ചെറിയ വിഷമങ്ങൾ താങ്ങാനാവാതെ വരിക, ചില കൺഫ്യൂഷൻസ്. ഇപ്പൊ നേരത്തെ ഫൗസിയ പറഞ്ഞല്ലോ, കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിന് എന്താ പറയാ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ കാര്യത്തെ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഒരു ആള് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ വഴക്ക് പറയാണ് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുവാണെന്ന് വിചാരിക്കുക, നമ്മുടെ മനസ്സിന് ചിലപ്പോൾ അത് താങ്ങാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള ആളുകൾ മെന്റലി സ്ട്രോങ് ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, മെന്റലി സ്ട്രോങ് ആണോ? അല്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം മാഡം, എന്റെ മകന് ക്ലാസ്സിൽ സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ എപ്പോഴും അസുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെന്റലി ഓക്കെ ആണെങ്കിൽ ഫിസിക്കലി ഓക്കെ ആവുള്ളൂ എന്ന്. സ്കൂളിൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഭയങ്കരമായിട്ട് അവന് പിന്നെ ഡിപ്രഷൻ ആയി കഴിഞ്ഞിട്ട് അവന് മെന്റലി ഓക്കെ അല്ല. അതുകൊണ്ട് അവന് ഫിസിക്കലി ഓക്കെ അല്ല ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ? അപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഇത്തരത്തില് നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ, ചെറിയ ചെറിയ വിഷമങ്ങൾ താങ്ങാനാവാതെ വരിക, പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് കരച്ചില് വരിക, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ എന്താണ് മെന്റലി വീക്ക് ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാം. അത് നേരെയായെങ്കിൽ മാത്രമേ ശരിക്കും നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ചില ആളുകളുണ്ട്, അവർക്ക് ശരിയായ സമയത്ത് അവർ ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, മെന്റലിയും പ്രോബ്ലംസ് ഞാൻ അതിന്റെ ഒരാളാണ് മിസ്സേ. അത് ഇപ്പൊ നമുക്ക് ശരിയാക്കി കൊണ്ടുവരികയാണ്. ആണല്ലേ? മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ തടിക്ക് നീര് വന്നു പോയി. ഇപ്പൊ 10 വർഷമായി ജിമ്മിൽ. ആദ്യം ജിമ്മായിരുന്നു. ഇപ്പൊ നമ്മള് ഇതിന്റെ ഇടയ്ക്ക് നമ്മള് ഡെലിവറിയും കാര്യമൊക്കെ ആയപ്പോ ഇപ്പൊ മോന് 3.5 വയസ്സായി. നിർത്തിപ്പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ 90 ഇപ്പൊ ഞാന് വെയിറ്റ് കുറച്ച് 84 കിലോ എത്തി. പക്ഷെ എന്നാലും കയ്യിനും കാലിനൊക്കെ നീരാണ്. അപ്പൊ എന്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് റെഡി ആവും. അല്ലെങ്കിൽ തനിച്ചിരിക്കുക, അതൊക്കെ ഇഷ്ടപ്പെടാ. പീരീഡ്സിന്റെ സമയമാകുമ്പോഴത്തെ നമുക്ക് ഭയങ്കര ഒരു ഇത് വരുമായിരുന്നു. ഇപ്പൊ ഒക്കെ ഓക്കെ തുടങ്ങി. ആരെ മക്കളൊന്നും ഒച്ച കേൾക്കാൻ പാടില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം പുറത്ത്, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് സത്യം പറഞ്ഞാൽ. വെറും നമ്മള് വെയിറ്റ് ലോസിന്റെ കാട്ടിലും ഇതൊക്കെയാണ് ഒന്നും കൂടി ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാതിരിക്കുക, അതും ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ? ഉറക്കം കിട്ടാതിരിക്കാറുണ്ടോ നിങ്ങൾക്ക്? ആളുകളുടെ ലക്ഷണമാണ് കേട്ടോ ഉറക്കം കിട്ടാതിരിക്കുക. ശരിയാണത്, അതും ശരിയാണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, അതും ഒരു പ്രശ്നം തന്നെയാണ്. അത് സംസാരം കൂടുതലാണ്. സംസാരം കൂടുതലാണ്.
ഇതൊക്കെ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലപ്പോ ഉറക്കം ഇതെല്ലാം ഉണ്ടാവണമെന്നല്ല, ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഉറക്കം ഒരു 12 മണി എങ്ങനെയായാലും 12 മണിയാവും. എന്ത് നമ്മൾ എങ്ങനെ ഇരുന്നാലും കിടക്കും. പക്ഷെ ഉറക്കം പിടിക്കണമെങ്കിൽ 12 മണിയാവും. ഓക്കെ. അപ്പൊ ഈ ഉറക്കത്തിന്റെ കേസ് പറഞ്ഞാല് ചില കേസുകളിൽ ചില ആളുകൾക്ക് ഉറക്കം കൂടുതലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഉറക്കം കുറവായിരിക്കും. പിന്നെ ചില വ്യക്തികൾക്ക് ടെൻഷനൊക്കെ കൂടിക്കഴിഞ്ഞാല് ചില വ്യക്തികൾക്ക്, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും അതിന്റെ ആള് ഞാനാ. കുറവായിരിക്കും, ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ എത്ര കഴിച്ചാലും മതിവരാതെ വരും ടെൻഷൻ കൂടിക്കഴിഞ്ഞാല്. കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ നെഗറ്റീവ് ചിന്തകള് ധാരാളമായിട്ടുണ്ടാകും മെന്റലി വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക്. ഈ നെഗറ്റീവ് ചിന്തകളുള്ള ഒരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴൊക്കെയാണ് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, ആ സമയത്തൊന്നും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടേ. അതുപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോസിറ്റീവ് ചിന്തയുള്ള ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവോ ഇല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലെ, എപ്പോഴും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ കോൺഫിഡന്റോട് കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ അങ്ങനെ നിൽക്കാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളവര് അവരുടെ കൂടെ നിൽക്കുന്നവരോടും കൂടി പോസിറ്റീവ് എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാളുടെ ചുറ്റുമായിട്ട് ഒരു 4-5 ആളുകൾ നിൽക്കുന്നു, അവരിലേക്ക് എന്ത് ചെയ്യും, ഈ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെയാണ്. അതും നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിലോ നെഗറ്റീവ് എനർജിയാണ് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അത് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ മെന്റൽ ഡെവലപ്മെന്റുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, സൈക്കോളജിക്കൽ ഫാക്ട് ആണ് ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണോ? കൃത്യസമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എപ്പോഴും മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് രാവിലെ നേരത്തെ ഉണരാതിരിക്കുക, ഉണർന്നു കഴിഞ്ഞാലും ജോലി ചെയ്യാനുള്ള മടി, അതൊക്കെ നമ്മൾക്ക് മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട്. അതായത് ഇപ്പൊ ഒരാൾ നമ്മളോടൊരു കാര്യം അത് പറയുന്നു, അത് നമുക്ക് കേൾക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് അയാളോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പക്ഷെ നമ്മൾക്കത് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക. ഇപ്പൊ അയാൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾക്കൊരു ധാരണ ഉണ്ടാവുക, ചിലപ്പോ അങ്ങനെ അല്ലായിരിക്കാം. ഇപ്പൊ ഒരാൾ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ജോലി എടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കുറെ പേരുണ്ട്, നമ്മുടെ കൊളീഗ്സ് കുറെ പേരുണ്ട്. അപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. അപ്പൊ ഇതൊക്കെ മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അതും മെന്റലി ഉള്ള ഒരു വീക്ക്നെസിന്റെ ഒരു സിമ്പിൾ ആണെന്ന് പറയാം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ഒരു കാര്യം ഒരു പ്രാവശ്യമാണ് അത് ചെയ്യേണ്ടത്, പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മെന്റലി വീക്ക് ആയിട്ടുള്ള ഒരാളിന്റെ എന്താ പറയാ സിംറ്റംസ് എന്ന് പറയാനായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാം അല്ലെ. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാം? മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുന്ന ഒന്നാണ് എന്ത്, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചില്ലറക്കാരനല്ല, ഡെയിലി ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാല്, ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാല് അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ഉറങ്ങുക. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ.
ഒരു മനുഷ്യൻ കൃത്യമായിട്ട് അതും രാത്രിയിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. ഉറക്കം ശരിയല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളും അവതാളത്തിലാവും. അല്ലെ, നമ്മൾ ഉറക്കപ്പിച്ചോട് കൂടിയിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുക, പലതിനും പൂർണ്ണത ഉണ്ടാവില്ല ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അപ്പൊ ഉറക്കം ശരിയായിട്ട് രീതിയിൽ ഉറങ്ങുക. പിന്നെ വ്യായാമം ചെയ്യുക, അല്ലെ, എക്സസൈസ് ചെയ്യുക. ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടിയല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പലതരത്തിലുള്ള ഹോർമോൺസ് അതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അല്ലെ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരാള് അയാൾക്ക് മാറ്റം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞോ പെട്ടെന്നൊന്നും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരില്ല. കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ, പയ്യെ തിന്നാൽ പനയും തിന്നാം, അല്ലെ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ മാറ്റം ഉണ്ടാവുക. ആ മാറ്റം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി, നമ്മുടെ മൊത്തം ബോഡിക്ക് ചേഞ്ചസ് ഉണ്ടാവും, നമ്മുടെ ഫേസിന് ചേഞ്ചസ് ഉണ്ടാവും, അല്ലെ. നമ്മുടെ ഫേസ് ഒക്കെ എന്താണ്, ഫ്രഷ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണം ഹാപ്പി ഹോർമോൺസ് ആണ് എക്സസൈസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രെസ് കുറക്കാനുള്ള പാട്ടുകൾ കേൾക്കുക, യൂട്യൂബ് ഓൺ ചെയ്ത് പാട്ടുകൾ കേൾക്കാനായിട്ട് നോക്കുക. പിന്നെ പ്രകൃതിയുടെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം, രാവിലെയൊക്കെ ഇറങ്ങി പ്രകൃതി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ അത് നമ്മുടെ ഫിസിക്കലി ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടൊക്കെ വെള്ളത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ സ്മോക്കിംഗ്, ബാഡ് ഹാബിറ്റ്സുകളായിട്ടുള്ള സ്മോക്കിംഗ് ഒഴിവാക്കുക, ആൽക്കഹോൾ ഒഴിവാക്കുക, ഡ്രഗ്സുകൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതില് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഫൗസിയ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരട്ടെ. 2 മിനിറ്റ് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫൗസിയ യോഗ കാണിച്ചു തരും കേട്ടോ. സൂര്യ നമസ്കാരം ഫൗസിയ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒന്ന് കാണാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻ പറയാം? നെഗറ്റീവ് ചിന്ത, ഈ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ പറയാം മിസ്സേ. കുറച്ച് സമയം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. അടുത്ത ദിവസത്തെ ഹോംവർക്ക് എന്താന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അതായത് നമ്മുടെ ആക്ടിവിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൽ പ്ലാൻ ഉണ്ടല്ലോ, നമ്മള് ഫുഡൊക്കെ കഴിക്കില്ലേ, ഡയറ്റ് പ്ലാൻ പോലെ നമ്മള് ചാർട്ട് പേപ്പറിൽ ചെയ്യാം. ഒരു 7 ദിവസത്തെ രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണ്, വൈകുന്നേരത്തെ എന്താണ്, അതൊരു ചാർട്ടിലാക്കുക. പറ്റുമെങ്കിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പൊ ആപ്പിൾ 11 മണിക്ക് കഴിക്കുന്നെങ്കിൽ ആ ആപ്പിളിന്റെ പടം ഒന്ന് അവിടെ ഒട്ടിച്ചു വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് വരച്ചിട്ടൊന്ന് കളർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ പിക്ചേഴ്സും വരയ്ക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഒരു നോർമൽ വ്യക്തി കഴിക്കുന്ന ആഹാരം എഴുതാനാണോ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരം അതാണോ ഉദ്ദേശിച്ചത്? സാധാരണ ഒരു വ്യക്തി ചെയ്യുന്ന വേറെ ആരുടെയും നമ്മൾ നോക്കണ്ട. നമ്മള് ഞാൻ കഴിക്കുന്ന ഏതാണോ അതാണോ അതോ എഴുതിയാൽ മതി. എന്താ വേണ്ടതെന്ന് പറഞ്ഞാല് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ച രാവിലെ സാധാരണ ഒരു മനുഷ്യൻ രാവിലെ കഴിക്കുന്നു, പിന്നെ 11 മണിക്ക് അങ്ങനത്തെ ആണോ കഴിക്കേണ്ടത്? അതൊന്നും നമ്മളിപ്പോ രാവിലെയൊക്കെ കഴിപ്പ് കുറവല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അങ്ങനെയാണ് കഴിക്കുന്നത്. എന്താണ് കഴിക്കുന്നത്? എന്താണ് പറഞ്ഞ രാവിലെ അല്ല, സാധാരണ ഒരാള് എന്തൊക്കെ കഴിക്കണം അതാണോ നീ ഉദ്ദേശിച്ചേ? അതെ, സാധാരണ ഒരാൾ എന്തൊക്കെ കഴിക്കും അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എന്നിട്ട് ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഡയറ്റ് എടുക്കുന്ന ആള് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, മീൽ തയ്യാറാക്കുക. ഓക്കെ. ഇപ്പൊ രാവിലെ രാവിലെ ഇഡലി ഒക്കെ ആണെങ്കിൽ അത് മാത്രം, പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിക്കുള്ളൂ. അപ്പം ചാർട്ട് അത്ര ചെറുതാകുമല്ലോ, അപ്പം അങ്ങനെ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ നമ്മള്. വളരെ ചുരുക്കമാണ് ഉൾപ്പെടുത്താണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിലാണ് ചാർട്ട് പേപ്പറിൽ റെഡിയാക്കാൻ പറഞ്ഞത് കേട്ടോ.
എന്താണോ അജിതയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഹലോ മാഡം, ഒരാഴ്ചത്തെ ചെയ്യണം മാം? ഒരു ദിവസം? ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ 2 ആഴ്ചയും കൂടി തരാം. അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യണമെന്നില്ല. അടുത്ത മൺഡേ, അതായത് നെക്സ്റ്റ് മൺഡേ ഉണ്ടല്ലോ, അടുത്ത മൺഡേ അല്ല, അതിന്റെ നെക്സ്റ്റ് മൺഡേ ഉണ്ടല്ലോ, അന്നായാലും ചെയ്താൽ മതി. ഓക്കെ. കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. മാമിന്റെ പേരെന്താ മാം? എന്റെ പേര് അശ്വതി എന്നാണ്. അശ്വതി. മാം, ഇത് കേട്ടോ. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്താ? ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ നോട്ട്സ് നമ്മൾ നോട്ടിൽ എഴുതിയെടുക്കണോ? വേണ്ട വേണ്ട, നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ്, അത് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. മാം, ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സ് ആണോ? അതെ അതെ, ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സ് ആണ് കേട്ടോ. മാം, ഞാൻ 10th വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് മോണ്ടിസോറി PG ചെയ്യാൻ പറ്റുമോ? അത് എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് ഇല്ലെന്നാണ് തോന്നുന്നത്. അത് ചോദിക്കേണ്ട വരും കേട്ടോ. സാറ് പറയും, ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, പറ്റില്ല. ഡിഗ്രിയാണ് മോണ്ടിസോറി PG. ഡിഗ്രി വേണം PG ചെയ്യാനായിട്ട്. നോട്ട് നിൽക്കട്ടെ ഒരു മിനിറ്റ് കേട്ടോ. ഇതിന്റെ നോട്ട് നമ്മളായിട്ട് പറഞ്ഞു തരില്ല, നിങ്ങളായിട്ട് കണ്ടെത്തി വേണം എഴുതാനായിട്ട്. നിങ്ങൾക്ക് ഇതുമായി ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഞാൻ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല അല്ലെ, ഞാൻ തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇതിന്റെ ആ ഒരു ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തുടങ്ങിയിട്ടില്ല, ക്ലാസ്സിലോട്ട് കടന്നിട്ടില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് എന്തോരം അറിവുകൾ കിട്ടി? അറിവ് കിട്ടി എല്ലാവരിൽ നിന്നായിട്ട്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ക്ലാസ് മുമ്പോട്ട് പോവാന്ന്? ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? നോട്ട്സ് എന്തായാലും നമ്മൾ എക്സ്ട്രാ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ധാരാളം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോവുക. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് തരില്ല. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉള്ള പാരഗ്രാഫോ അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള ടോപ്പിക്കോ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തരും. അല്ലാതെ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഞാൻ ഈ നോട്ടായിട്ട് തരുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക്, കൃത്യമായിട്ട് ലെക്ചർ നോട്ട് എഴുതിയിട്ടുള്ളവർക്കൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് മിസ് പറഞ്ഞതെന്ന്, അല്ലെ? അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ എക്സാമിന് ചോദിക്കുക. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതിലായിരുന്നു ഫസ്റ്റ് കയറിയത്. ഇതിന്റെ എക്സാം എങ്ങനെയാ മിസ്സേ? 6 മാസം കൂടുമ്പോഴാ അല്ലെങ്കിൽ മന്ത്ലി ഉണ്ടോ? എന്നാ മിസ്സേ എക്സാം കേട്ടില്ല. മൊഡ്യൂൾ 1 6 മാസം കൂടുമ്പോൾ എക്സാം ഉണ്ടാവും കേട്ടോ. മിസ്സേ, ഗൂഗിൾ ക്ലാസ് റൂമിലെ അന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കിടപ്പുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്, അതൊന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഫൗസിയ വന്നോന്ന് നമുക്കൊന്ന് നോക്കാം. ഫൗസിയ, സൂര്യ നമസ്കാരം ചെയ്തോളൂ കേട്ടോ. തുടങ്ങിയാലോ? അതേ കാര്യം തന്നെ ഇങ്ങോട്ട് നോക്കുക. ഫസ്റ്റ് സെക്കൻഡ്
ലെഫ്റ്റ് കൈ. ക്യാമറ ഓൺ ആയിട്ട് കാണില്ല. സഫന ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മള് ഡെയിലി ഇങ്ങനെ, പിന്നെ നമ്മള് ഫസ്റ്റ് ഇതാണ് സൂര്യ നമസ്കാരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കണ്ടോ? കണ്ടോന്ന് വിശ്വസിക്കുന്നു. കണ്ടോ? കുറച്ച് ഭാഗങ്ങൾ മിസ്സായി പോയി. അത് സാരില്ല. ബാക്കി എല്ലാവരും കണ്ടോ? നിങ്ങൾ എല്ലാവരും കണ്ടോ? കുറച്ച് ഭാഗം കണ്ടില്ല. ഒരെണ്ണം ചെയ്യണോ? ഒന്നും കൂടി ചെയ്യാനായിട്ട് ചെയ്തു നോക്കാം. കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ചെയ്യല്ലേ കേട്ടോ. ഓക്കെ. ഇത് ഓക്കെ ഓക്കെ ചെയ്തോളൂ കേട്ടോ. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോളൂ. കാണുന്നില്ലേ? കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? പിൻ ചെയ്തിട്ടുണ്ടല്ലോ. കാണാം. കാണാം. ഓക്കെ. ഉച്ച നേരത്താണ് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കുന്നത്. ഈ മിസ്സല്ലേ ഉച്ച നേരത്ത്? ഉച്ച നേരത്താണ് നമസ്കാരം ചെയ്യിപ്പിക്കുന്നത്. ഇതൊരു 15 സ്റ്റെപ്പായിട്ട് ചെയ്താല് വേറെ ഒരു യോഗയും വേണ്ട. നമുക്ക് ഇത് മതി. നമ്മളെ ബോഡി ഫുള്ള് ഓക്കെ ആവാം. ഒരു സ്റ്റെപ്പ് കിതപ്പ് തുടങ്ങി. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ സ്പീഡിൽ ചെയ്താല് നല്ല മാറ്റം ഉണ്ടാവും ബോഡി. നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ. താങ്ക് യു ഫൗസിയ. സോറി, രസ്ന എന്നാണ് വരുന്നത്. ഫൗസിയ. ഇനി നമുക്ക് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ. മാം എവിടെയാണ് നാട്? അടുത്ത തിങ്കളാഴ്ച. മാം എവിടെ താമസം? എവിടെയാ വീട്? എവിടെയാ? എന്റെ വീട് പറവൂര് തന്നെയാണ് കേട്ടോ.
അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you.